നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. തമിഴ്നാട് ഇന്നലെ വിധി എഴുതി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ വിജയ് സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഒരു മണ്ടൻ തീരുമാനമാണെന്ന് തുടക്കത്തിൽ തോന്നിയവരുണ്ടാകാം. പക്ഷെ ഇന്നലെ മണ്ണിൽ കണ്ട ആവേശമൊക്കെ കാണുമ്പോൾ ഇതൊരു ഉറച്ച ചുവടുവെപ്പ് തന്നെയാണെന്ന് പറയേണ്ടി വരും. ഒരു 5% വോട്ട് പോലും കിട്ടില്ലെന്ന് പ്രവചിച്ചവർക്ക് മുന്നിൽ 15 മുതൽ 20% വോട്ട് ഷെയറിലേക്ക് തമിഴക വെട്ടിക്കഴകം, അതായത് ടിവിക്ക് എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. 1984 തുടങ്ങിയ തന്റെ 42 വർഷത്തെ സിനിമാ കരിയർ പൂർണ്ണമായും ഉപേക്ഷിച്ചാണ് വിജയ് വരുന്നത്. കോടിക്കണക്കിന് വരുന്ന ആ ഫാൻസ് ബേസ് തന്നെയാണ് അദ്ദേഹത്തിന്റെ കരുത്ത്. ഇത്രയും കാലം സ്ക്രീനിൽ കണ്ട ആരാധകർ ഇന്നലെ പാർട്ടിക്ക് വേണ്ടി പോളിംഗ് ബൂത്തുകളിൽ അണിനിരന്നു. കരൂർ സംഭവമൊന്നും അദ്ദേഹത്തെ വലിയ രീതിയിൽ ബാധിക്കാത്തത് ആ സ്റ്റാർഡം ഒന്നുകൊണ്ട് മാത്രമാണ്. യുക്തിയേക്കാൾ കൂടുതൽ വൈകാരികമായി ചിന്തിക്കുന്ന തമിഴ് ജനതയിൽ ഒരു വലിയ വിഭാഗം ആരാധകർ വിജയ്ക്ക് വേണ്ടി വോട്ട് ചെയ്തു കാണുമെന്ന് ഉറപ്പാണ്. പ്രചാരണത്തിന് തടിച്ചുകൂടിയ ആ ജനക്കൂട്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വലിയ പ്രതീക്ഷയും. പേരാമ്പൂരും തിരുച്ചിറപ്പള്ളി ഈസ്റ്റും നിലവിൽ DMKയുടെ കോട്ടകളാണ്. അവിടെ വിജയ് മത്സരിക്കുമ്പോൾ അതിൽ ഒരെണ്ണമെങ്കിലും പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത് TVKയുടെ വലിയൊരു വിജയമായിരിക്കും. ആകെ ഒരു 5 മുതൽ 10 സീറ്റെങ്കിലും പാർട്ടിക്ക് കിട്ടിയാൽ അതൊരു പുതു പാർട്ടിയെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ്. പുറമേ കാണിക്കുന്നില്ലെങ്കിലും സ്റ്റാലിനും DMKയും വിജയുടെ ഈ വരവിനെ ഉള്ളാലെ ഭയക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ തകർപ്പൻ വിജയം നേടിയ DMK സഖ്യത്തിനും AIADMK സഖ്യത്തിനും ഇടയിലേക്ക് വിജയ് കടന്നു വന്നതോടെ പലയിടത്തും ശക്തമായ ത്രികോണ മത്സരങ്ങൾക്കാണ് തമിഴ്നാട് സാക്ഷ്യം വഹിച്ചത്. NDA സഖ്യം വിജയിയെ കൂടെ കൂട്ടാൻ നോക്കിയെങ്കിലും 234 മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ആ ചങ്കൂറ്റം ആരാധകർക്കിടയിൽ വലിയ മതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. തമിഴകം ഇന്നലെ വിധി എഴുതി കഴിഞ്ഞ സ്ഥിതിക്ക് സ്റ്റാലിന്റെ അപ്രമാദിത്വത്തിന് വിജയ് എത്രത്തോളം ഇളക്കം തട്ടിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. സിനിമയിലെ പോലെ രാഷ്ട്രീയത്തിലും തളപതി മാജിക് നടക്കുമോ എന്ന് ഫലമറിയുമ്പോൾ കണ്ടറിയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.